ഇത് ചുനുവ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മ മുറിക്കകത്തേക്ക് കയറി വരുന്നത്. നീ ഏതാടി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യണമെന്ന് ചോദിക്കുക അവര്. അപ്പൊ ചുൻഹോ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന സംഭാഷണത്തിന്റെ ബാക്കി പറയാണ്, എന്റെ അമ്മയെ പോലുള്ളവർ അങ്ങനെയാണ് ചിന്തിക്കണേന്ന്. അടുത്ത സീൻ കാണിക്കുമ്പോഴേക്കും വീട്ടിലെ വിരുന്നുകാരെയെല്ലാം അമ്മച്ചി ഓടിച്ചു കഴിഞ്ഞു. ചുനുഹോയെ ഹോസ്പിറ്റൽ റെഗുലർ ചെക്കപ്പിന് കൊണ്ടുപോയിട്ടില്ല. എന്താ നിങ്ങൾ കൊണ്ടുപോകത്തെന്ന് ചോദിക്കുമ്പം അമ്മൂമ്മ പറയും, ചെറിയ തിരക്കിൽ അവൻ പെട്ടുപോയതാ, ഞാൻ എന്തായാലും അവനെ കൊണ്ടുപോകാം, നാളെ തന്നെ കൊണ്ടുപോകാം, അതിന് ഇനി ഒരു വഴക്ക് വേണ്ടാന്ന് പറയും. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് മുറിയിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരാണെന്ന്. മുത്തശ്ശി പറയും അത് അവന്റെ ക്ലാസ്മേറ്റ് ആണെന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു ക്ലാസ്മേറ്റിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ പെൺകുട്ടിയും റീ എക്സാം എഴുതുന്നുണ്ട്, ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കണമെന്ന് കള്ളം പറയാം അമ്മൂമ്മ. പക്ഷെ ചുൻഹോയ്ക്ക് കള്ളം പറയാൻ താല്പര്യമില്ല. അവൻ ഇപ്രാവശ്യം പൊട്ടിത്തെറിക്കും. ഇല്ല, ഞാൻ പഠിക്കുന്നില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടുമില്ല, എനിക്ക് കഴിഞ്ഞ വർഷത്തെ പരീക്ഷ വീണ്ടും എഴുതണ്ട, മാർക്ക് കൂട്ടുകയും വേണ്ട. അപ്പൊ അമ്മ ചോദിക്കും എന്നിട്ട് നീ എന്താ ചെയ്യാൻ പോണേന്ന്. ചുനോ പറയും ഞാൻ കോളേജിലേക്ക് പോകാൻ പോവാം, അതും നോർമൽ യൂണിവേഴ്സിറ്റിയിലേക്ക്. ഞാനിപ്പോൾ ഒരു കഫേ സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അമ്മ ഷോക്കാവും. കോഫി സെന്ററിൽ വർക്ക് ചെയ്യേ, നിന്നോട് ആര് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യാൻ? ഇവനെ ജോലിക്ക് പോകാൻ നിങ്ങളാണോ അനുവദിച്ചത്? ഒരാഴ്ച പയ്യനെ നിങ്ങളെ ഏൽപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടി വെച്ചിരിക്കണേന്നും പറഞ്ഞ് അമ്മ അമ്മൂമ്മയോട് ചൂടാകുമ്പോൾ ചുനോ പറയും അമ്മൂമ്മയെ ചീത്ത പറയണ്ട, ഇതെല്ലാം എന്റെ തീരുമാനമാണ്, ഞാൻ കോളേജിൽ പോകാനുള്ള പണം ഞാൻ അടച്ചോളാം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതിനമ്മ ഇത് പണത്തിന്റെ കാര്യമല്ല, അവര് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അവര് നിനക്ക് ലെറ്റർ അയക്കാൻ പോകുന്നില്ല, ഇവിടെ എല്ലാം തികഞ്ഞ പിള്ളേർക്ക് പോലും സീറ്റ് കിട്ടുന്നില്ല, അപ്പോഴാണ് ഈ അവസ്ഥയിലുള്ള നീ അവിടെ പോയി പഠിക്കുന്നത്. അവിടെ പഠിച്ചിട്ട് എന്താവാനാ? ടീച്ചർ ആവാനോ? ടീച്ചർ ജോലിയാണ് നീ ചെയ്യാൻ പോകുന്നത്. ടീച്ചർമാരാണെങ്കിൽ നേരെ നിൽക്കണം, കുട്ടികളോടും പാരന്റ്സിനോടും സംസാരിക്കാൻ കഴിവ് വേണം. അതിനൊന്നും കഴിയാത്ത നിന്നെ എങ്ങനെയാണ് അവർ ചേർക്കുക? നീ എന്തുദ്ദേശിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പോകുന്നു? അത് കേൾക്കുമ്പോൾ ചുന്നോ ചോദിക്കും, എന്നെ ആരാണ് പ്രസവിച്ചത്? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി? പറഞ്ഞോളൂ, അത് ആരുടെ തെറ്റാണ്? എന്റെ തെറ്റാണോ നിങ്ങളുടെ തെറ്റാണോ? എന്നെ എന്തിനാ നിങ്ങൾ പ്രസവിച്ചത്? ആ ചോദ്യം കേട്ട് അമ്മ സങ്കടത്തിലും ദേഷ്യത്തിലും നിൽക്കുമ്പോൾ അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ അന്ന് രാത്രി ചുനോ ഒരു നോർമൽ കോളേജിലേക്ക് എനിക്ക് നിങ്ങളൊരു സീറ്റ് തരണം എന്ന് ചോദിച്ചിട്ട് വിളിക്കുകയാണ്. പക്ഷെ അർദ്ധരാത്രി ഏത് യൂണിവേഴ്സിറ്റിയെ തുറന്നിരിക്കുക. അവർ പിറ്റേ ദിവസം വിളിക്കാൻ പറയും. കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശി വരുന്നുണ്ട്. അമ്മ പോയി നീ എന്തേലും കഴിക്കുമെന്ന് പറയും. അപ്പൊ ചുനോ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് വേണം മുത്തശ്ശി, എടുത്തരാൻ പറ്റുമോ? അപ്പൊ മുത്തശ്ശി എന്തിനാ? ഇവിടുന്ന് ഓടിപ്പോവാനാണെന്ന് ചോദിക്കും. ചുനോ പറയും, എങ്ങോട്ട് ഓടിപ്പോവാൻ? എനിക്ക് പോകാൻ പറ്റുന്ന ദൂരം ഇവിടുന്ന് എടുത്തു ചാടിയാൽ താഴെ ചെന്ന് വീഴില്ലേ, അത്രയും ദൂരത്തേക്ക് മാത്രമേ എനിക്ക് പോകാൻ കഴിയൂ, അതിൽ കൂടുതൽ കഴിയില്ല. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി അവനിട്ടൊരു തല്ലു കൊടുക്കും. അനാവശ്യ വർത്താനം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് ചെറുക്കൻ എഴുന്നേക്കുന്നു. ഒരു ചെറിയ എക്സസൈസ് ഉണ്ട് രാവിലെ, അത് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. അമ്മ പറഞ്ഞതുപോലെ തന്നെ മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലെ ചെക്കപ്പിന് ചെല്ലുന്നു. അവിടെ ചുനോയെ പോലെ തന്നെ മറ്റനേകം കുട്ടികളും ഉണ്ടാവും. അവരുടെയൊക്കെ പാരന്റ്സ് വിഷമിക്കുന്നുണ്ട്, അതും ചുനോ കാണുന്നുണ്ട്. പിന്നെ മുത്തശ്ശിയോട് ചോദിച്ച പോലെ തന്നെ മുത്തശ്ശി ചെറുക്കനൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കാൻ വേണ്ടി അവന് ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുപോകും. ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേക ടെസ്റ്റാണ്. അങ്ങനെ ഓടിക്കാൻ കഴിയുന്ന വാഹനങ്ങളുണ്ട്. ആരോടുള്ള ദേഷ്യമാണോ എന്തോ വളരെ വേഗത്തിലാണ് ചെറുക്കൻ ഓടിക്കുക. അത് കഴിഞ്ഞ് എപ്പോഴും പോലെ പാർക്കിലെ മുത്തിയമ്മമാരുടെ ഒത്തുകൂടൽ. അവരെ റിഹേഴ്സൽ കഴിയുന്ന സമയത്താണ് മുത്തശ്ശിക്ക് ഒരു കോള് വരിക. ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുൻഹോയോട് പറയും, നീ ഇപ്പോൾ ഒരു ചേട്ടനായി മാറിയിരിക്കുന്നു, നിനക്കൊരു അനിയത്തി കുട്ടി പിറന്നു. അത് കേട്ടുടനെ വലിയ ഇടിവീണ സങ്കടമായിരിക്കും ചെറുക്കന്. അവനൊന്നും അറിഞ്ഞിട്ടില്ല, ആരൊന്നും പറഞ്ഞിട്ടില്ല. എന്താ താൻ ചെയ്യണ്ടേ? ഇങ്ങനെ പിറന്നത് എന്റെ തെറ്റാണോ? സ്വന്തം അച്ഛനും അമ്മയും പോലും തന്നെ അവഗണിക്കുകയാണ്. കുഞ്ഞിനെ കാണാൻ പോണോ വേണ്ടിയോ എന്ന് പോലും ചെറുക്കൻ അറിയില്ല. മുത്തശ്ശി വായോ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം, കുഞ്ഞിനെ കാണാമെന്ന് പറഞ്ഞ് പയ്യനെ വിളിച്ചോണ്ട് പോകും. അവനും പമ്മി ചെല്ലുന്നുണ്ട്. സിസേറിയൻ ആയതുകൊണ്ട് അമ്മയ്ക്കും ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ചെറുക്കനെ കണ്ട് അവനോട് എന്താ പറയണ്ടേന്നറിയാതെ അമ്മച്ചി ബാത്റൂമിലേക്ക് പോകുന്നു. ഇവരെല്ലാം അമ്മയെ സഹായിക്കാൻ പോകുമ്പോൾ ചുനോ തനിച്ചാണ് തന്റെ അനിയത്തി കുട്ടിയെ കാണാൻ വരിക. കൊച്ചുകുഞ്ഞ്. അതിനോട് അവന് ദേഷ്യമൊന്നുമില്ല, ഇഷ്ടമാണ്. അടുത്ത് ചെന്ന് കൊഞ്ചിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാതെ നോക്കി നിൽക്കുമ്പോൾ ഒന്ന് തൊടണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞ് കരയാൻ തുടങ്ങും. കരച്ചിൽ കേട്ടുടനെ അമ്മ ഓടി വന്ന് അവളെ തൊടലേ, നീ അവളെ എന്താടാ ചെയ്ത്? അവളെ ഉപദ്രവിച്ചോ എന്ന് ചോദിച്ച് പയ്യനെ തള്ളിയിട്ട് കുഞ്ഞിനെ കയ്യിലെടുക്കും. അത് വലിയ വേദനയായി. ചെക്കന് വലിയ വേദനയായി പോയി. അവനൊന്നും വിചാരിച്ചിട്ടില്ല, പിന്നെന്തിനാ അവനോട് ഇങ്ങനെ പെരുമാറിയത്? അത് കാണുമ്പോൾ മുത്തശ്ശിക്കും വിഷമാവും. ഒന്ന് കരയുക പോലും ചെയ്യാതെ എല്ലാം ഉള്ളിലൊതുക്കി ചെക്കൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. ചുന മുത്തശ്ശിയോട് ചോദിക്കും, മുത്തശ്ശി അമ്മയുടെ ഗർഭം മുത്തശ്ശിക്ക് അറിയായിരുന്നല്ലേ, എന്നിട്ടും എന്താ ആരും എന്നോട് പറയാണ്ടിരുന്നു? അപ്പൊ മുത്തശ്ശി പറയും, അമ്മയ്ക്ക് ബ്ലഡ് ഷുഗർ കൂടുതലായിരുന്നു, ചിലപ്പോൾ അബോർട്ട് ആവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു, അതുകൊണ്ടാണ് നേരത്തെ അഡ്മിറ്റ് ആയത്. അവൾക്ക് പേടിയായിരുന്നു, ആ കുഞ്ഞിന് ജീവനോടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടിയായിരുന്നു. അതെങ്ങനെയാ നിന്നോട് പറയണ്ടേന്നും അറിയില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നേന്ന് പറയും. മുത്തശ്ശിക്ക് രണ്ടു ഭാഗത്തും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, അവനെ സമാധാനിപ്പിക്കുകയും വേണം. അവനൊന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് പുറകിലിങ്ങനെ നിൽക്കുക നിശ്ചലനായി. അപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നേരത്തെ അമ്മയുമായിട്ട് വാക്കുതർക്കം ഉണ്ടായില്ലേ രാത്രി, അതിലെന്റെ അവസ്ഥയ്ക്ക് ആരാണ് കാരണം? നിങ്ങളല്ലേ എന്ന് ചുനോ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്ത തെറ്റിന് ഞാനാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്
എന്നിട്ടും ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഞാൻ എൻ്റെ അവസ്ഥ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഓരോ തവണയും നിങ്ങൾ വീണ്ടും വീണ്ടും വന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാനൊരു സാധാരണ മനുഷ്യനല്ല, ഒരു ഗൊറില്ലയാണ്. കൂട്ടിനകത്ത് അടച്ചു വെക്കേണ്ട ഗൊറില്ല. പുറത്തു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. മനുഷ്യരുടെ ഇടയിലേക്ക് നടന്നു പോകാൻ പാടില്ല. എന്നെ തീറ്റുന്നവർക്ക് പോലും ഞാൻ അപമാനമാണ്. പുറത്തുള്ളവരെന്നെ അവഗണിക്കാറുണ്ട്, എന്നെ കണ്ട് പേടിക്കാറുണ്ട്, എന്നെ ഉപദ്രവിക്കാറുണ്ട്. പക്ഷേ എന്നെ പെറ്റ അമ്മയാണ് എന്നെ ഏറ്റവും അധികം വെറുക്കുന്നത്. എന്നെ കണ്ട് തല താഴ്ത്തുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് ഞാനൊരു ഭാരമാണെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ എന്നെ സ്നേഹിക്കുന്ന പോലെയും കെയർ ചെയ്യുന്ന പോലെ അഭിനയിക്കുന്നു? അതിൻ്റെ ആവശ്യമില്ല ചെൻലു. അമ്മയുടെ പേരാ ചെൻലു. സങ്കടവും ദേഷ്യവും വരുമ്പോൾ അമ്മയുടെ പേരൊക്കെ വിളിക്കില്ല നമ്മൾ. അതുപോലെ നിങ്ങൾക്ക് കപട സ്നേഹമാണ്. അത്രയ്ക്ക് വെറുപ്പാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നു? ഇതെല്ലാം കേട്ട് സങ്കടവും ദേഷ്യവും കൊണ്ട് അമ്മ പറയും, അതെ, എനിക്ക് നിന്നോട് വെറുപ്പ് തന്നെയാണ്. എനിക്ക് നിന്നോട് ശ്രദ്ധയുമില്ല. നീ എനിക്കൊരു ഭാരം തന്നെയാണ് ചുൻഹോ. ഈ കോലം നിനക്ക് കിട്ടിയ വിധിയാ. ആ വിധി തന്നെയാണ് എൻ്റേതും. ഞാനത് അനുഭവിച്ചേ മതിയാക്കും. അതെൻ്റെയും വിധിയാ. അപ്പൊ ചുൻഹോ, ഈ ജീവിതം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല, നിങ്ങൾ എനിക്ക് തന്നതാണ് എന്ന് പറയും. ഇതാണ് അന്ന് രാത്രി നടന്ന സീന്. അതിലവൻ ഒരുപാട് വേദനിച്ചിരിക്കുക. അപ്പോഴാണ് ഈ അനിയത്തിക്കുട്ടി ഉണ്ടായ സംഭവം. അത് വീണ്ടും നോവായി. ഇപ്പൊ ആ ദേഷ്യമെല്ലാം കാറോടിച്ച് അവൻ തീർത്തോണ്ടിരിക്കുക അമിത വേഗത്തിൽ. ഇത്രയും വേഗത്തിൽ ഓടിക്കുന്നതുകൊണ്ട് അവരിനി ഓടിക്കാൻ വരണ്ടെന്നും പറഞ്ഞ് ഹീറോ ഇറക്കിവിടും. മുത്തശ്ശി കുറെ തല്ലും കൊടുക്കുന്നുണ്ട്. നീ എന്താടാ ചാകാനാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അത് കഴിഞ്ഞ് കഫേയിലേക്ക് പോകുമ്പോൾ കുറച്ച് TV-ക്കാർ വന്ന് ചെറുക്കനെ വീഡിയോ എടുക്കുന്നുണ്ട്. സംഭവം ഇങ്ങനെ ഒരു ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്ക് ജോലി കൊടുത്തു എന്ന് പറഞ്ഞ് ഓണറെ പ്രശംസിച്ചുകൊണ്ട് ഒരു TV പ്രോഗ്രാം അവർ ഷൂട്ട് ചെയ്യാണ്. അതിൽ ഓണർ, ഞാനിങ്ങനെ ഒരുപാട് ചാരിറ്റികൾ ചെയ്യാറുണ്ട്, ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയെ എപ്പോഴും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതിൽ തൽപരനാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ത്തി ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുക. അതിനാണ് ചെറുക്കന്റെ ഫൂട്ടേജും ഇങ്ങനെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് ഇഷ്ടമല്ലെങ്കിലും എതിർപ്പ് പറയാൻ പറ്റുന്നില്ല. ഇതിൽ കൂടെ ജോലി ചെയ്യുന്ന രണ്ടുപേരല്ലേ, അവര് പരസ്പരം സംസാരിക്കുക. അയാൾ ടാക്സ് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ ചേർത്തിയത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അയാൾ എടുക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇത് കേട്ട് മറ്റേ ജോലിക്കാരൻ പറയും, മെല്ലെ പറയും, അവന് കേൾക്കാനൊക്കെ കഴിയും. അവന് ചെവിയൊന്നും കേൾക്കില്ല എന്നൊക്കെ ഇവർ പരസ്പരം കമന്റ് പറയുന്നുണ്ട്. എല്ലാം കേട്ടിട്ടും ഒന്നും കേൾക്കാത്ത പോലെ പയ്യൻ ജോലിയും ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങി വരുന്നു. മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് അവൻ നേരെ തന്റെ സുന്ദരി കൂട്ടുകാരിയാണ് കാണാൻ ചെല്ലുന്നത്. അവൾ ഇവന് സാൻഡ്വിച്ച് കഴിക്കാൻ കൊടുക്കും. അതിനോടൊപ്പം, ഞാൻ അന്ന് നിന്റെ അമ്മയെ കണ്ടപ്പം അമ്മയുടെ വയറ് വീർത്തിരുന്നല്ലോ, ഗർഭിണിയാണെന്നാ വിചാരിച്ചത്, അതോ തടിച്ചതാണോ? അവർക്ക് ഇപ്പൊ ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ രസമായിരിക്കുമല്ലേ, നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല? അത് കേൾക്കുമ്പോൾ ചുന്നോ പറയും, ഞാൻ ചിന്തിച്ചിരുന്നു, പക്ഷേ ഇപ്പം അത് ശരിക്കും സംഭവിച്ചു, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് കേൾക്കുമ്പോൾ സുന്ദരി പറയും, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, കുഞ്ഞ് വേണോ വേണ്ടയോ എന്നുള്ളത് അത് അവരുടെ ഡിസിഷൻ അല്ലേ, അതിലെ ഇഷ്ടക്കേട് നമ്മുടെ അവകാശമല്ല, അത് അവരുടെ ഫ്രീഡം അല്ലേ. അത് കേൾക്കുമ്പോൾ ചുനോ പറയും, അതെ, അത് അവരുടെ ഫ്രീഡമാണ്. അതേപോലെ എവിടെ പഠിക്കണം, എന്ത് ജോലി ചെയ്യണം, എന്ത് ധരിക്കണം എന്നുള്ളതൊക്കെ എന്റെ ഫ്രീഡം അല്ലേ, അതിനാരും ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. സുന്ദരി പറയും, അതെ, അത് ശരിയാ, അതിനാരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ പാരന്റ്സിനൊക്കെ എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡാ, നമുക്കൊരിക്കലും അങ്ങനെ ആവണ്ട. അപ്പൊ ചുനോ, എനിക്ക് വീട്ടിലേക്ക് പോകാൻ മനസ്സില്ല, നമുക്ക് പുറത്തെങ്ങോട്ടെങ്കിലും പോയാലോ, എന്റെ മൈൻഡ് ഓക്കെ അല്ല എന്ന് പറയും. സുന്ദരി ചിരിച്ചിട്ട്, എന്നാൽ നമുക്കൊരു മ്യൂസിയത്തിലേക്ക് പോകാന്ന് പറഞ്ഞ് ചുനോയെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ തിരക്കിനിടയിലൂടെ ഇവര് പോകുമ്പോൾ ചെറുക്കൻ മെല്ലെ കൂട്ടുകാരിയുടെ കൈയിലേക്ക് തൊട്ട് കൈകൾ കോർത്തു പിടിക്കും. ഏതൊരു ആൺകുട്ടിയും ഇഷ്ടം തോന്നിയ പെണ്ണിനോട് ചെയ്യുന്ന കാര്യമാണ്. മെല്ലെ കോർത്തു പിടിക്കുമ്പോൾ അവളെ മുഖമൊക്കെ മാറുന്നുണ്ട്. അവളെ കൈ ലൂസാക്കി വിട്ടിട്ട്, ഞാനൊന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് വരട്ടെ, അർജന്റ് ആണെന്ന് പറഞ്ഞിട്ട് പോകും. ചുനോ തെറ്റിദ്ധരിക്കൊന്നുമില്ല, ബാത്റൂമിൽ പോയിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ പോയ പെൺകുട്ടി സ്റ്റെയർ കേസ് കയറി ആ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാണുമ്പോൾ അവന്റെ നെഞ്ച് താർന്നു. അവസാനം അവളും അവനെ വേണ്ടാന്ന് വെച്ചു. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ താനായതുകൊണ്ട് ഏത് പെണ്ണ സ്വീകരിക്കാൻ തയ്യാറാവുക? കുറച്ചുകൂടെ ആരോഗ്യമുള്ള പയ്യനെ ആയിരിക്കും അവൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. എന്നാലും പോകാൻ നേരം ചെറിയൊരു വിഷമം തോന്നിയിട്ട് അവള് ദൂരെ എന്ന് ചുനോന്ന് വിളിച്ച് ടാറ്റ കാണിച്ചിട്ട് പൊക്കളെ. എന്നാലും ഇങ്ങനെ പാതി വഴിയെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകണ്ടായിരുന്നു. നമ്മുടെ ചെക്കൻ എന്ത് തെറ്റാ ചെയ്ത്? അവളായിട്ട് വന്ന് ഇഷ്ടമുള്ളതുപോലെ കാണിച്ചല്ലേ. നൊന്തുപോയവൻ വീണ്ടും 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 ആർക്കും വേണ്ട, ഒരു പ്രതീക്ഷയുമില്ല ഇനി. അവൻ ആരുമില്ലാതെ തനിയെ ആ മ്യൂസിയത്തിനകത്തേക്ക് കയറാ. എന്തായാലും വന്നല്ലേ, കാഴ്ചകൾ കാണാം. പക്ഷെ ഒരു കാഴ്ചയും കണ്ണി പിടിക്കുന്നില്ല. മനസ്സിൽ താൻ എഴുതിയ കവിതയിലെ 2 വരികളുടെ ബാക്കി ഇപ്പോഴാണ് രൂപപ്പെടുന്നത്. ഈ വേദനയിൽ, നീ മേഘങ്ങൾക്കിടയിലെ നക്ഷത്രമാകുന്നു, ഞാനോ തനിമയുടെ പുഴയിലെ ഒരു വിചിത്രം. പാലത്തിലിരിക്കുന്ന കൊലയാളി എന്റെ സ്വപ്നങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അണക്കെട്ടിൽ നിന്നും വെടിയുണ്ടകൾ എന്റെ ആഗ്രഹങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. എന്റെ കയ്യിൽ ഒരു പഴകിയ കീറിയ വസ്ത്രമുണ്ട്. അതെന്നോട് പറയാണ്, ഈ തനിമയുടെ അവസാന മുനമ്പിൽ നിന്നെ കാണുമ്പോഴാണ് നീ ഏറ്റവും സുന്ദരനായിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ തുടിച്ചുകൊണ്ടിരുന്ന എന്റെ ഹൃദയം നിശ്ചലമായിരിക്കുന്നു. എന്റെ ശരീരം പ്രായാധിക്യം കൊണ്ട് വികൃതമായി വയസ്സനായിരിക്കുന്നു. ഇനി അധികം വൈകാതെ ഞാൻ എത്ര നാൾ ഇവിടെ കുടുങ്ങിക്കിടന്നു എന്നുള്ളത് മറന്നുപോകും. എല്ലാം അവസാനിക്കും. മനസ്സിൽ പൂവിട്ട ആ കവിതയും ഓർത്ത് നിശബ്ദനായി ചുനോ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. അവൻ അമ്മൂമ്മയെ വിളിക്കും. ഇത് അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും വേണ്ടിയുള്ള സമ്മാനാണെന്ന് പറയും. ഉടനെ അമ്മൂമ്മ
ധൃതിപെട്ട ആ സമ്മാനം എടുത്ത് നോക്കും. കുറെ ചോക്ലേറ്റുകളാ. ഇത്രയും ചോക്ലേറ്റുകളോ? ഇതാരാ ഉണ്ടാക്കിയേ? ഞാനാ ഉണ്ടാക്കിയെന്ന് ചുനോ പറയും. നീ ഉണ്ടാക്കിയതാ? ഉടനെ അമ്മൂമ്മ ഒരെണ്ണെടുത്ത് കഴിച്ചിട്ട് നല്ല രസമുണ്ടല്ലോ, പക്ഷെ അമ്മയ്ക്ക് ഷുഗറാണ്, അമ്മ ഇങ്ങനെ ഇത് കഴിക്കാനാ? അമ്മയ്ക്ക് വേണ്ടെങ്കിൽ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ ഒരെണ്ണം കൂടെ എടുത്ത് കഴിക്കുന്നു. അപ്പോഴാണ് കിച്ചണിൽ നിന്ന് എന്തോ ഒരു സ്മെല്ല് വരാം. എന്താ സ്മെല്ലെന്ന് ഇവൻ ചോദിക്കുമ്പോൾ പന്നി സൂപ്പ് കിടന്ന് കരിഞ്ഞു പോവാ. ഞാൻ പെട്ടെന്ന് പോയത് നോക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി കിച്ചണിലേക്ക് ഓടുന്നുണ്ട്. മുത്തശ്ശി പോയി കഴിയുമ്പോൾ നമ്മുടെ ചെറുക്കൻ ഒരു ചോക്ലേറ്റ് എടുത്ത് വായിലേക്കിട്ട് കടിച്ച് ചവച്ച് കഴിക്കും. വളരെ നോർമലായിട്ടാണ് നമുക്ക് തോന്നുക. അവൻ ഒരെണ്ണം കൂടെ എടുത്ത് കഴിക്കും. അത് നോർമലായിട്ടാ തോന്നുന്നത്. പക്ഷെ വീണ്ടും ഒരെണ്ണം എടുത്ത് കഴിക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഒക്കെ പെട്ടെന്ന് തൊണ്ടയിൽ കുടുങ്ങുമല്ലോ. വീണ്ടും വീണ്ടും ഇവൻ ഓരോന്നെടുത്ത് വായിലേക്ക് ഇടുമ്പോൾ നമുക്ക് പേടിയാവും. എന്താ ചെറുക്കൻ തീരുമാനിച്ചിരിക്കുന്നത്? അവൻ വീണ്ടും ഇടും. ഇത്രയും ചോക്ലേറ്റ് ഒന്നും തൊണ്ട വഴി ഇറങ്ങില്ല, അല്ലെങ്കിൽ തന്നെ അവന് പെട്ടെന്ന് ചോക്കിങ് വരുന്ന. അത് അറിഞ്ഞിട്ടാണ് ചെക്കൻ അങ്ങനെ ചെയ്യുന്നത്. അമ്മയ്ക്കുള്ള സമ്മാനമാണെന്ന് അവൻ പറഞ്ഞത് അത് വലിയ വിഷമായി പോയി. വീണ്ടും ചോക്ലേറ്റ് എടുത്തിട്ടിട്ട് ഇപ്പൊ ശ്വാസം മുട്ടി അവനെ കൊണ്ട് കൈ പൊക്കാൻ കഴിയുന്നില്ല. ചോക്ലേറ്റിന്റെ കവർ പിരിക്കാൻ കഴിയുന്നില്ല. അവൻ അപ്പാടെ ചോക്ലേറ്റ് എടുത്ത് വായിലിടും. വീണ്ടും എടുത്ത് വായ കുത്തിത്തിരുക. ശ്വാസം മുട്ടി പെടയുന്നുണ്ട്. പെടഞ്ഞ് ചുമയ്ക്കാൻ തുടങ്ങുമ്പോൾ ശബ്ദം കേട്ട് അമ്മൂമ്മ എന്താ പറ്റിയടാ എന്ന് ചോദിച്ചിട്ട് ഓടി വരുന്നുണ്ട്. വന്നിവൻ ചുമയ്ക്കുന്ന കാണുമ്പോൾ വായയിൽ എന്തെങ്കിലും കുടുങ്ങിയോന്ന് വിചാരിച്ച് വാ പൊളിച്ച് നോക്കുമ്പോൾ ഇവൻ കവറോടുകൂടെ ചോക്ലേറ്റ് മെഴുകിയിരിക്കുക. അമ്മൂമ്മ എന്ത് പണിയോടാ ചെറുക്ക കാണിച്ച്? തുപ്പിക്കളയി എന്ന് പറഞ്ഞ് അവന്റെ തൊണ്ടേന്ന് ഈ ചോക്ലേറ്റ് എല്ലാം പറിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്വാസം കിട്ടാതെ ചെക്കന്റെ ബോധം പോയി. മുത്തശ്ശി അവനെ ഇടിക്കുന്നുണ്ട്. തൊണ്ടയിലുള്ള തെറിച്ചു പോവാൻ നടക്കില്ല. ശ്വാസം കിട്ടാതെ പയ്യെ നിലത്ത് വീണു. ഇപ്പൊ അവൻ അനക്കൂല. കണ്ണടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിലൊരു സംഭവം അവന് ഓർമ്മ വരുന്നു. തനിക്ക് കിട്ടിയ പൂച്ചക്കുട്ടീനെയും കാണാം. ചുന കുഞ്ഞായിരിക്കുമ്പോൾ ഒളിച്ചു കളിക്കാൻ വേണ്ടി ഈ ട്രോളി ബാഗിനകത്ത് കയറിയിരുന്നു. അമ്മ കണ്ടുപിടിക്കില്ലല്ലോ എന്ന് വെച്ചിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു അവൻ. കുറേ നേരം അമ്മയും അച്ഛനും ചെറുക്കനെ തപ്പി നടന്നതിന് ശേഷം ക്ഷീണിച്ച് വെഡ്ഡി വന്നിരുന്നിട്ട് അമ്മ അച്ഛനോട് പറയാണ്, എനിക്ക് മടുത്തു. അവൻ അന്വേഷിച്ച് തപ്പി നടന്ന് മടുത്തു. ഒരുപക്ഷെ അവനെ കണ്ടു കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത്രയും വേദന ഉണ്ടാവില്ലല്ലോ, ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കില്ലേ, ഒരു സമാധാനം ഉണ്ടാവില്ലേ. അത് കേട്ട് അച്ഛൻ പറയും, അങ്ങനെ ഉണ്ടാവാം, പക്ഷെ ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലല്ലോ, സംഭവിച്ചു പോയി. ഇത് കൊച്ചുകുട്ടിയായിരുന്നിരിക്കെ ചുനോ കേട്ടതാ. തന്നെ ഇത്രയും പേരും സ്വന്തം പെറ്റ അമ്മയെ അവഗണിച്ചല്ലേ, ഇനി എന്തിനാ ജീവിക്കുന്നത്? അതാണ് അമ്മയ്ക്കുള്ള സമ്മാനാണെന്ന് പറഞ്ഞ് അവൻ ആ ചോക്ലേറ്റും വിഴുങ്ങിയിട്ട് ഇപ്പൊ വീണ് കിടക്കുന്നു. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചുനോ അമ്മ പൊട്ടി പൊട്ടി കരയുന്നുണ്ടാവും. മെല്ലെ ചെറുക്കൻ കണ്ണു തുറക്കുമ്പോൾ സംസാരിക്കണ്ട, നിന്റെ തൊണ്ട കീറിയ ഡോക്ടർമാരെ രക്ഷപ്പെടുത്തിയത്, അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, നീ സംസാരിക്കണ്ട, കുറച്ചു നാൾ കഴിയട്ടെ, അമ്മയോട് പൊറുക്കട, തെറ്റെന്റെ തന്നെയാണ്. മോൻ കുഞ്ഞായിരിക്കുമ്പോൾ പുറത്തു വരാൻ കഷ്ടപ്പാടുണ്ടായിരുന്നു. ഡോക്ടർമാര് പുഷ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പുഷ് ചെയ്തു. എന്നാൽ കഴിയുന്ന ബലത്തിൽ ഞാൻ പുഷ് ചെയ്തു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. ഞാൻ ചെറുപ്പമായിരുന്നു, ആദ്യത്തെ അനുഭവമല്ലേ, അവര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ റോങ് ആയിട്ട് പുഷ് ചെയ്തു. എനിക്ക് പറ്റിയ മിസ്റ്റേക്കാ എന്റെ മോനൊരു ശാപമായിട്ട് കിട്ടിയത്. ഇത്രയും നാളും നിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാത്തത് ആ ദിവസം ആലോചിച്ച് എനിക്ക് പേടിയായതുകൊണ്ടാ. എന്റെ കുറ്റബോധമാണ് നിന്നെ ഈ അവസ്ഥയിലാക്കിയ. എന്റെ കുറ്റബോധമാണ് നിന്നോട് ദേഷ്യമായി ഞാൻ പ്രകടിപ്പിച്ചത്. ഓരോ തവണ നിന്നെ കാണുമ്പോഴും അമ്മയ്ക്ക് കുറ്റബോധ. വീണ്ടും ആ പഴയ മിസ്റ്റേക്ക് പറ്റുമോ എന്ന ഭയത്താലാണ് ഞാൻ 2ാം ഗർഭധാരണം ആരോടും പറയാതെ മറച്ചു വെച്ചതും പേടിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതും. വീണ്ടും തെറ്റ് പറ്റുമോ എന്നുള്ള ഭയത്താൽ എന്നോട് മോൻ ക്ഷമിക്കേ. ഇനി എനിക്ക് കുറ്റബോധം വേണ്ട, എനിക്ക് നിന്റെ അമ്മയായിട്ടിരുന്നാ മതി. മോൻ ഈ അമ്മയോട് ക്ഷമിക്കേ. എല്ലാറ്റിനും ഉപരി അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് കാരണം നീയാ. എന്നോട് ക്ഷമിക്കടാ മോനെ എന്നും പറഞ്ഞ് അമ്മ ചുനോയെ കെട്ടിപ്പിടിച്ച് കരയും. നമ്മുടെ ചെറുക്കന് ദേഷ്യമൊന്നുമില്ല, അവന് സങ്കടം മാത്രമേ ഉള്ളൂ. അവൻ അമ്മയെ സമാധാനിപ്പിക്കും. എന്റെ പൊന്നെ, വെറുതെ മനുഷ്യനെ സങ്കടപ്പെടുത്താനായിട്ട്. തൊണ്ടയെ കുടുങ്ങി ശ്വാസം കിട്ടാതെ കിടന്ന് പെടയുന്ന സീൻ ഷൂട്ടിംഗ് സമയത്ത് അവിടുത്തെ ക്രൂ മുഴുവൻ കരഞ്ഞ സീനാ. കണ്ടിരിക്കാൻ പറ്റില്ല. ഈ ചെറിയ ചെറുക്കൻ എന്തിനാ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ മുത്തശ്ശി ഒരു സാമിയാരടുത്തേക്കൊക്കെ ചുനോയെ കൊണ്ടുപോകുന്നുണ്ട് പ്രാർത്ഥിപ്പിക്കാൻ. ഒന്ന് മരിച്ച് ജീവിച്ചു വന്നതല്ലേ, പുതുജന്മം ഉടലെടുത്തു. ഇനി ഒരു പുതിയ മനുഷ്യനായിട്ട് ചുന ജീവിക്കാൻ പോവുക. പഴയ വിഷമങ്ങളോ നാണമോ അപകർഷതാബോധമോ ഒന്നുമില്ല. തന്റെ രൂപം കണ്ണാടി കാണുന്ന പോലും അവനിഷ്ടമല്ലായിരുന്നു. ഇപ്പം അതിന്റെ മാറയൊക്കെ എടുത്ത് മാറ്റും. ഞാനിങ്ങനെയാണ് എന്ന് പറയുന്ന പോലെ. സുന്ദരി കൊച്ച് അവനെ വിട്ടുപോയെങ്കിലും ഇപ്പോഴും അദൃശ്യമായ ഒരു കൂട്ടുകാരിയായിട്ട് അവൻ അവളെ സങ്കല്പിച്ച് നോക്കാറുണ്ട്. ചീവീടുകൾ ഓരോ തവണ ഷെല്ല് പൊളിച്ചു വരുമ്പോഴും അതിന് പുതിയൊരു ജീവിതം ലഭിക്കുന്നു. എന്തുകൊണ്ട് മനുഷ്യർക്ക് അങ്ങനെ ആയിക്കൂടാ, എനിക്കങ്ങനെ ആയിക്കൂടെ എന്നവൻ സങ്കല്പത്തിലെ സുന്ദരിയോട് ചോദിക്കും. നിനക്കങ്ങനെ ആകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവന്റെ ഷെല്ല് പൊളിച്ചു കളയാണ് ആ സുന്ദരി. ഒരു പുതിയ മനുഷ്യനായി അവൻ മാറി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ടെറസിലേക്ക് പോകുമ്പോൾ അവിടെ ബീഡിയും വലിച്ച് മുത്യം ഇരിപ്പുണ്ടാവും. മുത്തശ്ശിയുടെ കഴുത്തിൽ ഒരു വെട്ടുകൊണ്ട പാടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചാന്ന് മുത്തശ്ശി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പൊ പറയുമോന്ന് അവൻ ചോദിക്കും. മുത്തശ്ശി പറയും, ഞാൻ ടിബറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കള്ളൻ എന്റെ കഴുത്തിന് കത്തിവെച്ച് എന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ചോദിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, ഇതെല്ലാം എന്റെ മോൾക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചതാ, എന്നെ കൊണ്ട് തരാൻ പറ്റില്ല. അപ്പൊ അവൻ കത്തിവെച്ച് എന്റെ കഴുത്തി വരഞ്ഞു. തന്നില്ലെങ്കിൽ കൊല്ലൂന്ന് പറഞ്ഞു. അവൻ എത്ര ഭീഷണിപ്പെടുത്തിയിട്ടും ഞാൻ ആ പണം കൊടുത്തില്ല.
അതെന്റെ മോൾക്കുള്ളതല്ലേ. അവസാനം ഒരു ട്രക്ക് ഡ്രൈവറാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഈ കഥ കേട്ടിട്ട് ചുന്നോ ചോദിക്കും, അമ്മയ്ക്ക് ഈ വിവരം അറിയാമോ? മുത്തശ്ശി അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? അതിന് മുത്തശ്ശി, ഇല്ല, ഈ കഥ എന്നോട് കൂടെ മണ്ണിലരിഞ്ഞ് ചേരട്ടെ. അവളിത് അറിയണ്ട, അറിഞ്ഞ് വിഷമിക്കണ്ട. സത്യത്തിൽ നിന്റെ അമ്മ പാവ, അവളൊരു നല്ല അമ്മയല്ല എന്നാണ് നീ കരുതുന്നത്. അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് എങ്ങനെയാണ് ഒരു നല്ല അമ്മയാകേണ്ടത് എന്നറിയില്ല. അത് അവൾ പഠിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. അതിന് കാരണക്കാരി ഞാനാ. എനിക്ക് 21 വയസ്സുള്ളപ്പോഴാണ് നിന്റെ അമ്മ ജനിക്കുന്നത്. അവൾ ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ അവൾ അച്ഛൻ എന്നെ വിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി. ഞാൻ അവളെ ഒറ്റയ്ക്ക് വളർത്തേണ്ട നിർബന്ധത്തിലായി. എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ഒരു ജോലി ടിബറ്റിലാണ് എനിക്ക് കിട്ടിയത്. എന്റെ മോളെ നല്ലവണ്ണം പഠിപ്പിക്കാനും അവളുടെ വസ്ത്രത്തിനും ഭക്ഷണത്തിനും വേണ്ടി ഞാൻ ടിബറ്റിൽ ജോലിക്ക് പോകാൻ തയ്യാറായി. വളരെ ചെറുപ്പത്തിൽ മോളെയും വിട്ട് ടിബറ്റിൽ ഒരു അനാഥയെ പോലെ ഞാൻ ജോലി ചെയ്തു. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ കുഞ്ഞിന് 10-15 വയസ്സായി. അവൾ ഇതുവരെ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. അതിന് അവളെ കുറ്റം പറയാൻ പറ്റില്ല. അവൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അവളുടെ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ആരുടെയൊക്കെയോ പക്കലാണ് എൻ്റെ മോള് വളർന്ന്. ഒരമ്മയുടെ സ്നേഹം അവൾ അനുഭവിച്ചിട്ടില്ല. ഞാനൊരു മോശം സ്ത്രീയാണ് അല്ലടാ. അത് കേൾക്കുമ്പോൾ ചുനോ പറയും, ഹേയ് ഇല്ല, മുത്തശ്ശി ഒരുപാട് നല്ലൊരു പെണ്ണ, നല്ലൊരു അമ്മൂമ്മയും നല്ലൊരു അമ്മയുമാണ്, എനിക്കറിയാമെന്ന് പറഞ്ഞ് അവൻ മുത്തശ്ശി സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ ചോദിക്കുകയാണ്, മുത്തശ്ശി, എൻ്റെ അനിയത്തിക്കുട്ടിക്ക് എന്നെ ഇഷ്ടാവോ? ഞാൻ ഈ ഒരു കോലത്തിലായതുകൊണ്ട് അവൾ എന്നെ അപമാനമായിട്ടായിരിക്കോ കാണാം. മുത്തശ്ശി സങ്കടപ്പെട്ട് അവനെ തിരിഞ്ഞു നോക്കും. ഇല്ല മോനെ എന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വിഷമം കൊണ്ട് അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ, മുത്തശ്ശി, നിനക്കൊരു ഡെലിവറി വന്നിരുന്നോ? നീ ആശുപത്രിയിലായിരിക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് പറയും. ഉടനെ അവൻ ധൃതിപ്പെട്ട് ആ ഡെലിവറി എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഓടി വരുന്നുണ്ട്. ഒരു ഡോക്യുമെന്റ്, എന്തോ ഒരു സംഭവം ഡെലിവറി ആയിട്ട് വന്നിരിക്കുക. തുറന്നത് കാണുമ്പോൾ ചെക്കൻ അവൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കരച്ചിലാണോ വരുന്നത്, സന്തോഷമാണോ വരുന്നത്, ഒന്നും അറിഞ്ഞൂടാ. ഒച്ച വെച്ച് സംസാരിക്കാനും പറ്റുന്നില്ല. പതിഞ്ഞ സ്വരത്തിൽ അവന് മുത്തശ്ശിയെ വിളിക്കും. മുത്തശ്ശി ഇങ്ങോട്ട് ഓടിവായോ. മുത്തശ്ശി അവൻ എന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഓടി വരാം. ഇവൻ ഉടനെ കാണിച്ചു കൊടുക്കും. മുത്തശ്ശി, എന്നെ ഒരു നോർമൽ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തു. അവര് വന്ന് ചേരാൻ പറഞ്ഞിരിക്കുക. എന്നെ അവരെടുത്തു മുത്തശ്ശി. എനിക്ക് അവിടെ സീറ്റ് കിട്ടി. ഇനി എനിക്ക് ടീച്ചറാകാം. മുത്തശ്ശി അവനെ കെട്ടിപ്പിടിച്ച് കരയും. നിനക്കിനി ഒരു ടീച്ചറാകാം. എൻ്റെ മോൻ ആഗ്രഹിച്ചതെല്ലാം നടക്കും. ഈ ഭൂമിയിൽ എൻ്റെ മോൻ ആഗ്രഹിച്ചതെല്ലാം നടക്കും. അവരഭിമാനത്തോടെ ആ ലെറ്റർ മുഴുവനായിട്ടും വായിക്കും. പിറ്റേന്ന് ചെറുക്കൻ എഴുന്നേറ്റ് വളരെ സന്തോഷത്തോടെ എക്സസൈസ് ഒക്കെ ചെയ്ത് യൂണിവേഴ്സിറ്റി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൻ്റെ ലൈഫിലെ ഓരോ ഇൻസിഡൻസും അവനൊരു ടിക്കറ്റിൽ എഴുതി വെക്കുന്നുണ്ട്, പെട്ടിക്കകത്ത് സൂക്ഷിച്ച്. അതെല്ലാം മുത്തശ്ശി കാണുന്നുണ്ടാവും. അങ്ങനെ വിഷമങ്ങളുടെയും വേദനകളുടെയും പാടമൊക്കെ കഴിഞ്ഞു. ഇനി സന്തോഷത്തിന്റെ പാടാം. മുത്തശ്ശി തന്റെ കൊയർ ഗ്രൂപ്പിനൊപ്പം അവർ ആ വലിയ പരിപാടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഇവരെല്ലാം എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. കൂടെ നമ്മുടെ ചുനോയും ഉണ്ട്. അപ്പോഴാണ് കോള് വരുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഇവരെ പ്രോഗ്രാം രൂപീകരിച്ച ബ്രോക്കറല്ലേ, അയാൾ വലിയൊരു ഫ്രോഡാണ്. ഇവരെല്ലാവരെയും പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ഇപ്പോൾ പോലീസുകാർ അയാളെ കൈയോടെ പൊക്കി. സോ ഇങ്ങനൊരു പ്രോഗ്രാം ഇല്ല, നിങ്ങളവൻ പറ്റിക്കുകയായിരുന്നു, പണം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് പോലീസുകാർ ചോദിക്കും. ഭാഗ്യത്തിന് ഒരു പണമൊന്നും കൊടുത്തില്ല, ടിക്കറ്റിന് മാത്രമേ പൈസ എടുത്തിട്ടുള്ളൂ. അത് നഷ്ടപ്പെട്ടു. മുത്തശ്ശി തിരിച്ചു വന്ന്, നമ്മളൊരുത്തം പറ്റിച്ചതാ, നിങ്ങളാരും പേടിക്കണ്ട, പണം മുഴുവൻ ഞാൻ കൊടുത്തിട്ടില്ല, ടിക്കറ്റിന് പോക ബാക്കിയുള്ള പണമുണ്ട്, നമുക്ക് ആ പണം വെച്ച് മറ്റേതെങ്കിലും ട്രിപ്പ് പോകാം, അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴാണ് മറ്റൊരു കോൾ വരുന്ന മുത്തശ്ശിക്ക്. ഇവരെ ഉടനെ ഒരു ബസ് കമ്പനി അവരുടെ ഒരു മീറ്റിങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട്. ഉടനെ ചെല്ലാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചുനോയെ ആദരിച്ചു വിടണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞ് ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ഇവരെല്ലാവരെയും ആ ബസ് കമ്പനി ക്ഷണിക്കുന്നു. ചുനോ തന്റെ വയസ്സായ കൂട്ടുകാർക്കൊപ്പം ആ മീറ്റിങ്ങിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ബസ് കമ്പനിയുടെ ചെയർമാൻ, 1 മാസം മുന്നേ ഞങ്ങൾക്കൊരു ലെറ്റർ കിട്ടി. ലിയോ ചുനോ എന്ന ചെറുപ്പക്കാരനാണ് അയച്ചത്. അദ്ദേഹത്തിന് ഞങ്ങളുടെ ബസ്സിലുണ്ടായ മോശം അനുഭവത്തെ തുടർന്ന് ഞങ്ങൾക്കയച്ച കംപ്ലയിന്റ് ലെറ്റർ ആയിരുന്നു അത്. ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ സർവീസ് ഞങ്ങൾ ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. ചുനോയ്ക്ക് ഈ മോശം അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് പ്രമാണിച്ച് ഞങ്ങൾ ചില കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് കുറേയധികം അരിയും പഞ്ചാരിയും എണ്ണയൊക്കെ ഇവർ ചുനോയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ചെറുക്കനെ 2 വാക്ക് പറയാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ചുനോ മെല്ലെ ചെന്ന് സ്റ്റേജിൽ കയറിയിരുന്ന് മൈക്കി പറയും, ആക്ച്വലി ബസ് കമ്പനി എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ കംപ്ലൈന്റ് വർക്കായി, എന്താണ് ഇഷ്യൂ എന്നറിയാൻ വേണ്ടിയും 2 ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ തർക്ക വിഷയം എടുത്ത് അതിനൊരു പരിഹാരം കാണും എന്നും വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഈ ഇഷ്യൂവിനെ കുറിച്ചൊരു ഡിബേറ്റ് നടത്താൻ, ഒരു വാക്ക് തർക്കം നടത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഓരോ സഞ്ചി അരിയും പഞ്ചാരയുമാണ് നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരമായിട്ട് തരുന്നത്. നിങ്ങൾ ആ തന്ന സാധനം കഴിച്ചാൽ തന്നെ എനിക്ക് ചോക്കിങ് ഉണ്ടാവും. ഞാൻ നിങ്ങളെ ഔദാര്യത്തിന് വേണ്ടി വന്നതല്ല, ഒരു സാധാരണക്കാരന്റെ പരാതിയുമായിട്ട് വന്നതാ. നിങ്ങൾക്കാർക്കും എന്നെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഞാനിതെങ്ങനെയാണ് ഫീൽ ചെയ്യണമെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാവുകയില്ല. ഇതിലെനിക്ക് വിഷമമൊന്നുമില്ല.
കാരണം ഒരുപാട് നാളായിട്ട് ഞാനിത് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് പേടിയാവുക. വിഷമത്തിന് പകരം എനിക്ക് പേടിയാവുക. ഒരു ചെറിയ പണി പോലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലയോ എന്നുള്ള പേടി. എനിക്ക് വേണ്ടി ജോലികൾ ചെയ്തു തരുന്ന എൻ്റെ കൂടെയുള്ളവര് അവരെല്ലാം എന്നെ വിട്ടു പോവില്ലേ? അപ്പൊ ഞാനെങ്ങനെ മുന്നോട്ട് പോകും? എനിക്കത് ആലോചിച്ച് പേടിയാവുക. ഞാൻ എൻ്റെ മുത്തശ്ശിയോട് ചോദിച്ചു, എൻ്റെ അമ്മയോട് ചോദിച്ചു, എൻ്റെ ഡോക്ടറോട് ചോദിച്ചു, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു? ഉത്തരം കിട്ടിയില്ല. എനിക്കൊരിക്കലും ഉത്തരം കിട്ടില്ല. തിരക്കിനിടയിൽ പലരും പല രീതിയിലുള്ള ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. എന്നോട് ദയ തോന്നുന്നവര്, എന്നെ കണ്ട് പേടിക്കുന്നവര്, എന്നെ കണ്ട് അറയ്ക്കുന്നവര്, എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ ഭയപ്പെടുന്നവര്. ഞാനും അവരിൽ ഒരാളാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ പേടി. ഞാൻ ഈ വയസ്സന്മാരുടെ കൂടെ നടക്കാനുള്ള കാരണം അവരാദ്യമൊക്കെ എന്നെ വിചിത്ര ജീവിയായിട്ടാണ് കണ്ടതെങ്കിലും ടെക്നോളജിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് അവർ സഹായത്തിന് വേണ്ടി എൻ്റെ അടുക്കൽ വന്നു. ആ ഒരു കാര്യത്തിനെങ്കിലും അവരെന്നെ അംഗീകരിച്ചു. ഇപ്പം എനിക്ക് വേണ്ട കൂട്ടം ആൾക്കാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മുതുക്കന്മാര്. എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാൻ ഒന്നേ ഉള്ളൂ. ഞാൻ ഒരുപാട് ചെറിയവനോ വികലാംഗനോ ആയിക്കോട്ടെ, ഞാനാണ്, ഞാൻ ഇങ്ങനെയാണ്. എനിക്കുണ്ട് സന്തോഷവും ദുഃഖവും ആഗ്രഹങ്ങളും. എന്നെ ഞാനായിട്ട് അംഗീകരിച്ചുകൂടെ? അതുമാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കേട്ടുനിന്ന എല്ലാവർക്കും കണ്ണീന്ന് കണ്ണുനീര് പൊടിയാൻ തുടങ്ങും. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ചുനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മുത്തശ്ശിയോടൊപ്പം സന്തോഷമായിട്ട് പല കഥകളും പറഞ്ഞ് തൻ്റെ കൊച്ചനുജത്തിയെയും കൊഞ്ചിച്ച് അമ്മയോടും പിണക്കമില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ആ സമയത്താണ് മുത്തശ്ശി ഒരു ഒഴിഞ്ഞ തടാകത്തിലേക്ക് നമ്മുടെ ചെറുക്കനെ വിളിച്ചുകൊണ്ട് വരുന്നു. അവൻ ആ പൂച്ചക്കുട്ടിയുടെ അസ്ഥി വെള്ളത്തിൽ കലർത്തണം. അതിനുവേണ്ടി ആ മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് ഈ തടാകത്തിലേക്ക് വന്ന് ആ സമയത്ത് അവൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഒരു പുരുഷനാണെങ്കിൽ ഇടയ്ക്കൊക്കെ കള്ളം പറയാൻ പഠിക്കണമെന്ന്? അതേപോലെ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സ്ത്രീ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ സത്യവും പറയാൻ പഠിക്കണം. എന്നെ പറ്റിക്കരുത്. ഞാൻ കോളേജിൽ ചേർന്നതിന് ശേഷം എൻ്റെ മുത്തശ്ശിക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് വാങ്ങിച്ചു തരും. ഇഷ്ടമുള്ള എവിടേക്ക് വേണമെങ്കിലും പോവാം. എല്ലാം കണ്ടാസ്വദിക്കാം. ഇനി എൻ്റെ പുറകെ വരരുത്. എന്നെ വഴി നടത്തണ്ട. എൻ്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചോളാം. ഇനി ഞാൻ മുന്നോട്ട് പോയിക്കോളാം. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം. മുത്തശ്ശി ശരിയെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ അവനെ നോക്കി നിൽക്കുക. അപ്പോൾ അവൻ ആ പൂച്ചയുടെ അസ്ഥി വെള്ളത്തിൽ കലർത്തു. അത് കഴിഞ്ഞ് കൊച്ചുമോനും മുത്തിയമ്മയും കൂടെ എന്തൊക്കെയോ പാട്ടുകൾ പാടി ആ തടാകത്തിനോരം നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ച് ബിഗ് വേൾഡ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then, it's bye from Guru.